നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ജീവിതത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഭാഗഭാക്കാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ. ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അയാൾ പ്രസിദ്ധനായ ഒരു ചിത്രകാരനായിരുന്നു. ആളുകൾ തന്നെ പ്രശംസിക്കുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ചിത്രം വരച്ച് പൊതുസ്ഥലത്ത് അദ്ദേഹം പ്രദർശിപ്പിച്ചു. കൂടെ ഒരു കുറിപ്പും. ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുന്നവർ അവിടെ ഒരു അടയാളമിടുക. അന്നു വൈകുന്നേരത്തെ കാഴ്ച അദ്ദേഹത്തിന് ഹൃദയഭേദകമായിരുന്നു. ചിത്രം നിറയെ അടയാളങ്ങൾ. അദ്ദേഹം തന്റെ ചിത്രരചന തന്നെ നിർത്തുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ കൂട്ടുകാരൻ അദ്ദേഹത്തോട് ഒരു ചിത്രം കൂടി വരച്ച് പ്രദർശിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. കൂടെ ഇങ്ങനെയൊരു കുറിപ്പും: ഈ ചിത്രത്തിൽ തെറ്റ് കണ്ടെത്തുന്നവർ അത് തിരുത്തുക. വൈകുന്നേരമായിട്ടും ഒരു അടയാളം പോലും വീണില്ല. സുഹൃത്ത് പറഞ്ഞു, കണ്ടില്ലേ, തെറ്റ് പറയാൻ ഏത് വിഡ്ഢിക്കും സാധിക്കും, പക്ഷേ തിരുത്താൻ അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അയാൾ തൻ്റെ വര സന്തോഷത്തോടെ തുടർന്നു. എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കരുത്. കാരണം എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാൻ വലിയ താല്പര്യമാണ്. അഭിപ്രായം ചോദിക്കണമെങ്കിൽ അറിവുള്ളവരോട് മാത്രം ചോദിക്കുക. ഓരോ കർമ്മത്തിനും അത് ചെയ്യുന്നവന്റെ അധ്വാനവും ആത്മാവും ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ പോരായ്മകളും ഉണ്ടാകും. അധിക്ഷേപിക്കാൻ എളുപ്പമാണ്. ഒറ്റ വാക്കിലൂടെയോ നോട്ടത്തിലൂടെയോ ഒരാളെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു ആയുസ് മുഴുവൻ പുനർനിർമ്മാണ പ്രക്രിയ നടത്തിയാൽ പോലും ഒരാളെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരാളുടെയെങ്കിലും പുരോഗതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം എന്താണുള്ളത്? ശുഭദിനം.